students, welcome back to Practice Lectures. It's me, Fatima Rizana. So, നമ്മൾ ഇന്നിവിടെ S4 നമ്മളെ സിവിൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മളെ സോയിൽ മെക്കാനിക്സ്. സോ സോയിൽ മെക്കാനിക്സിന്റെ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കിയേ, നമ്മുടെ സബ്ജക്റ്റിന്റെ നെയിം എന്താ? സോയിൽ മെക്കാനിക്സ് ആണ്. സോ നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത് PCCET 402 ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. സോ നമ്മുടെ കോഴ്സിന്റെ കോഡ് എന്ന് പറയുന്നത് PCCET 402 ആണ്. നമുക്ക് രണ്ടായിട്ടാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഒന്ന് CIE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, അതായത് നിങ്ങളുടെ സീരീസ് എക്സാംസ് നമ്മുടെ ഇന്റേണൽ മാർക്സ് ആണ് കേട്ടോ. സോ ഇന്റേണൽ മാർക്സ് എന്ന് പറഞ്ഞാൽ 40 മാർക്സിലാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, അടുത്താണ് ESC മാർക്സ്. ESC എന്ന് പറഞ്ഞാൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ആണ്. നിങ്ങളെ KTU കണ്ടക്ട് ചെയ്യുന്ന നിങ്ങളുടെ സെമസ്റ്റർ എക്സാം ആണ് കേട്ടോ, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. അത് ഇത്ര ടോട്ടൽ 60-ലാണ്. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 60 + 40 ആണ്, ദാറ്റ് ഈസ് 100-ലാണ് മാർക്സ് ഉള്ളത്. ഇനി നിങ്ങളുടെ എക്സാമിന്റെ ഹവർ 2 hours 30 minutes 2.5 മണിക്കൂറാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത് കേട്ടോ. സോ നമ്മുടെ കോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ തിയറി ടൈപ്പ് ആണ്, പ്ലസ് നമുക്ക് ന്യൂമെറിക്കൽ ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഇന്റേണൽ മാർക്കിൽ വരുന്ന എങ്ങനെയാണെന്നുള്ളത് പറയുന്നത് കേട്ടോ. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് CIE എന്ന് പറയുന്നത് നിങ്ങൾ ഇന്റേണൽ മാർക്സിൽ എന്ന് പറയുന്നത് 5 മാർക്ക് നിങ്ങൾക്ക് അറ്റൻഡൻസിനാണ്. മനസ്സിലായി, 5 മാർക്ക് നിങ്ങൾ അറ്റൻഡൻസിനാണ്. പിന്നെ നിങ്ങൾ അസൈൻമെന്റ്സ്, അതുപോലെ മൈക്രോ പ്രൊജക്ട്, അതിനെല്ലാം കൂടിയിട്ട് 15 മാർക്കാണ്. പിന്നെ നിങ്ങൾ ഇവിടെ സീരീസ് എക്സാം രണ്ടായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇന്റേണൽ എക്സാമിനേഷൻ സീരീസ് എക്സാം 1 എന്ന് പറയുന്നത് 10 മാർക്കിലും, അതുപോലെ ഇന്റേണൽ എക്സാം നിങ്ങൾ സെക്കൻഡ് സീരീസ് എക്സാം എന്ന് പറഞ്ഞാൽ 10 മാർക്കിനാണ്. അങ്ങനെ ഇത് ഈ 4 നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്ര? 40. സോ നിങ്ങളെ ഇന്റേണൽ മാർക്സ് എന്ന് പറയുന്നത് എത്ര? 40-ലാണ് ഉള്ളത്. ഓക്കെ, അടുത്തതാണ് നമ്മളെ ESC, അതായത് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത്. സോ എക്സാം പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് ഉള്ളത്. ഒന്ന് പാർട്ട് A ഉണ്ട്, ഒന്ന് പാർട്ട് B ഉണ്ട്. ഓക്കെ, സോ പാർട്ട് എയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 8 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര മൊഡ്യൂളാണ് ഉള്ളത്? നിങ്ങൾക്ക് ടോട്ടലി 4 മൊഡ്യൂളാണ് ഉള്ളത്. സോ 4 മൊഡ്യൂളിനും കൂടിയിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. സോ 4 × 2 എത്ര? 8. സോ ടോട്ടൽ എത്ര ഉണ്ടാവും? 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 8 ക്വസ്റ്റ്യൻസിന് ഈച്ച് ക്യാരിങ് 3 മാർക്സ്. ഓരോ ക്വസ്റ്റ്യൻസിന് എന്തുണ്ടാവും? 3 മാർക്ക് ഉണ്ടാവും. അപ്പം 8 × 3 എന്ന് പറയുന്നത് എത്ര? 24 മാർക്സ്. സോ പാർട്ട് എ എന്ന് പറഞ്ഞാൽ കമ്പൾസറി ആണ്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് 8 ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം, കമ്പൾസറി ആണ്. ഇനി കമ്മിങ് ടു നമ്മളെ പാർട്ട് ബി. പാർട്ട് ബി എന്ന് പറയുന്നത് മാക്സിമം 9 മാർക്സ് ആണ്. സോ ഓരോ പാർട്ടിലും, അതായത് പാർട്ട് ബിയിൽ എന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഫ്രം ഈച്ച് മൊഡ്യൂളിന് there is 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുക. സോ കമ്പൾസറി ഇല്ല, രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് അറ്റൻഡ് ചെയ്യാൻ മതി. സോ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര? 9 മാർക്സ് ആണ്. 9 മാർക്സ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ അതിന് മാക്സിമം 3 സബ് ഡിവിഷൻ ആയിട്ട്, അതായത് 3, 3, 3 അങ്ങനെ 3 സബ് ഡിവിഷൻ ആയിട്ടോ 2 സബ് ഡിവിഷൻ ആയിട്ടോ, അല്ലെങ്കിൽ ഒറ്റ ഒരു 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ കാണാം. അതാണ് നിങ്ങളെ പാർട്ട് ബി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടോട്ടൽ എത്രയാണ്? നമുക്ക് 4 മൊഡ്യൂൾ ഉണ്ട്, ഓരോ മൊഡ്യൂളിനും 9 മാർക്കിന്. അപ്പൊ 9 × 4 36. മനസ്സിലായി? അപ്പൊ 36 + 24 നിങ്ങൾക്ക് എത്ര കിട്ടും? 60 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ സെമസ്റ്റർ എക്സാം, അതായത് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ സോയിൽ മെക്കാനിക്സ് സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് നോക്കാം കേട്ടോ. അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് എത്ര മൊഡ്യൂളാണ്? 4 മൊഡ്യൂളാണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് എന്താ? മൊഡ്യൂൾ 1 ആണ്. സോ സോയിൽ മെക്കാനിക്സ്, ആ പേര് തന്നെ നോക്കിയേ, സോയിൽ മെക്കാനിക്സ് അല്ലെ. അതിൽ പറയുന്നുണ്ട്, അഥവാ അതിന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ അത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഇതിലാണ് വന്നിരുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ ഈ സോയിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സോയിൽ മെക്കാനിക്സിൽ നിന്നാണ്. അതായത് നമ്മൾ കോർ സബ്ജക്ട്സിലോട്ട് കടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഒരു ബിൽഡിംഗ് എല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് സോയിലാണ്. അതിന്റെ എല്ലാ ലോഡ്സും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സോയിലിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് നമ്മൾ സോയിലിനെ പറ്റിയാണ് പഠിക്കുന്നത്. മൊഡ്യൂൾ 1-ലെ നേച്ചർ ഓഫ് ദ സോയിൽ ആൻഡ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. സോയിലിന് ഒരുപാട് വാട്ടർ, എയർ അല്ലെ. സോയിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മളൊരു ജസ്റ്റ് മഗ്ഗിൽ ഒരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ എയർ ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ, എല്ലാതും സോയിലിഡ്സ് ഉണ്ട്. സോ ഇതിനെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് പഠിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ട് സോയിൽ മെക്കാനിക്സിന്റെ ഒരു പേരാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ നമ്മൾ സോയിൽ ടൈപ്സ്, അതുപോലെ മേജർ സോയിൽ ഡെപ്പോസിറ്റ് ഓഫ് ഇന്ത്യയിൽ കാണപ്പെടുന്ന പല ടൈപ്പ് സോയിൽസിന്റെ സ്റ്റഡീസ് പഠിക്കുന്നുണ്ട്. 3 ഫേസ് സിസ്റ്റം ഉണ്ട്. പിന്നെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, വോയിഡ് റേഷ്യോ, പൊറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, എയർ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനെ പല സോയിലിന്റെ ഒരുപാട്
നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. അതുപോലെ സോയിലിന്റെ റിലേഷൻഷിപ്പ്, ഓരോ സോയിൽ പ്രോപ്പർട്ടീസിന്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പും പഠിക്കുന്നുണ്ട്, അതിന്റെ ഡെൻസിറ്റി, പിന്നെ അതിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് കേട്ടോ. അടുത്തതാണ് നമുക്ക് സോയിലിൽ വരുന്ന ഒരുപാട് നമ്മളെ ലബോറട്ടറി ടെസ്റ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ സോയിൽ മെക്കാനിക്സ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ലാബ് എന്ന് പറഞ്ഞൊരു ലാബ് ഉണ്ട്. സോ ലാബിൽ വരുന്ന ഓരോ പ്രൊസീജിയേഴ്സ് നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ സൈറ്റിൽ നമ്മളിപ്പോൾ നമ്മൾ വർക്ക് നടക്കുന്ന സൈറ്റിലും കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് എക്സ്പെരിമെന്റ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സോയിലിൽ വരുന്ന വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ് ഓവൻ ഡ്രൈൻ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി യൂസിങ് പൈക്നോമീറ്റർ, അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം സ്പെസിഫിക് ഗ്രാവിറ്റി. അതുപോലെ നമ്മൾ സോയിലിന്റെ ഫീൽഡിലുള്ള ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 മെത്തേഡാണ്, ഒന്ന് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും അതുപോലെ കോർ കട്ടർ മെത്തേഡും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ചോദിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ സോയിൽ സ്ട്രക്ചേഴ്സ് ആണ്. സോയിൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എഫക്ട്സ് ഓൺ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ്, അതുപോലെ ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്ട്രക്ചർ യൂണിറ്റ്സ് ക്ലേയിൽ കാണപ്പെടുന്നത്, അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉള്ളത്. ഓക്കെ, സോ സോയിലിനെ കുറിച്ചുള്ള സോയിലിന്റെ എല്ലാ പ്രിലിമിനറി ആയിട്ടുള്ള നമ്മളെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മളെ മൊഡ്യൂൾ 2. സോ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് സോയിലിന് മെയിൻലി 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന് ഇൻഡെക്സ് പ്രോപ്പർട്ടീസും ഒന്ന് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. സോ നമ്മളിവിടെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ സോയിലിന്റെ ഗ്രഡേഷൻ, സോയിലിന്റെ ടൈപ്പ് ഏതാന്നൊക്കെ ജസ്റ്റ് കാണുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് CV അനാലിസിസ് എന്ന് പറയും. അതുപോലെ നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിക്സ് ഉണ്ട്, അതുപോലെ അത് സ്റ്റോക്സ് ലോ ബേസ് ചെയ്തിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഹൈഡ്രോമീറ്ററിന്റെ കാലിബ്രേഷൻസ് ഉണ്ട്, പിന്നെ കറക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മളെ ഗ്രഡേഷൻ ഓഫ് സോയിൽ ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ കമ്പൈൻ സീവും അതുപോലെ ഹൈഡ്രോമീറ്റർ അനാലിസിസ്. നമുക്ക് ഫൈൻ ഗ്രെയിൻ സോയിലും കോഴ്സ് ഗ്രെയിൻ സോയിൽസ് ഉണ്ട്. സോ ഫൈൻ ഗ്രെയിൻ സോയിൽസിന്റെ അനാലിസിസ് ആണ് ഇവിടെ പറയുന്നത്. പിന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതിന്റെ ഡെറിവേഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തിയറി ആയിട്ടാണ് പറയുന്നത്. അടുത്തത് നമ്മളെ കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് എറ്റോബർഗ് ലിമിറ്റ്സ് ആൻഡ് ഇൻഡിസസ് ഉണ്ട്, അതിലൊരു പ്ലാസ്റ്റിസിറ്റി ചാർട്ട് ഉണ്ട്, അതുപോലെ ആക്ടിവിറ്റി ഓഫ് സോയിലിന് അതുപോലെ അവിടെ ഒരുപാട് ലബോറട്ടറി ടെസ്റ്റ് ഉണ്ട് ലിക്വിഡ് ലിമിറ്റ് കാണാൻ. അതാണ് കസൻഗാൻഡ്രെ അപ്പാരറ്റസ് വെച്ചിട്ട് നമുക്ക് ലിക്വിഡ് കാണാൻ പറ്റാം. അതുപോലെ ഒരു കോൺ പെനിട്രേഷൻ ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് തിയറി ബേസ്ഡ് ആണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ്, അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സോയിൽ. സോ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, സോ ഇനി 2 പ്രോപ്പർട്ടീസിന് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് മൊത്തമാണ് നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുന്നത്. ഓക്കെ, അടുത്ത് വരുന്നതാണ് നമ്മളെ പെർമബിലിറ്റി ഓഫ് സോയിൽ. മൊഡ്യൂൾ 2 പെർമബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സോയിലിനുള്ളിടെ വെള്ളത്തിന് മീൻസ് പാസ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ പെർമിയബിൾ എന്ന് പറയുന്നത് കേട്ടോ. സോ അത് നമ്മൾ ബേസിക് പെർമബിലിറ്റി ഓഫ് സോയിലിൽ നമ്മൾ ഒരു ഡാർസീസ് ലോ വെച്ചിട്ടാണ് നമ്മൾ അത് നോക്കുന്നത്. അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിബിലിറ്റി ഉണ്ട്, അതുപോലെ അതിന്റെ ലബോറട്ടറി ടെസ്റ്റ് ഉണ്ട്, കോൺസ്റ്റന്റ് ഹെഡ് ഉണ്ട്, വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. പിന്നെ ആവറേജ് പെർമിബിലിറ്റി ഓഫ് സ്ട്രാറ്റിഫൈഡ് ഡെപ്പോസിറ്റ്സും അതിന്റെ എന്തുണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസും ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ അടുത്താണ് നമ്മൾ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ്, അതായത് ഒരു നമ്മുടെ സോയിലിൽ വരുന്ന സ്ട്രെസ്സിനെ കുറിച്ചാണ്, എഫക്റ്റീവ് സ്ട്രെസ്സസിനെ കുറിച്ചാണ് പറയുന്നത്. സോ അതിൽ ഒരു സോയിൽ വരുന്ന ടോട്ടൽ ഉണ്ട്, അതുപോലെ ന്യൂട്രൽ ഉണ്ട്, എഫക്റ്റീവ് സ്ട്രെസ് ഉണ്ട്. ഓക്കെ, പിന്നെ പ്രഷർ ഡയഗ്രാംസ് ഉണ്ട്. ഓരോ സോയിൽ ലെയേഴ്സ് നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പല ലെയറിലും പല ടൈപ്പ് സോയിൽസ് ആയിരിക്കും ഉണ്ടാവാം. നമുക്കറിയാം ക്വസ്റ്റ്യൻ ഉണ്ടാവും, ക്വസ്റ്റ്യനിലെ സോയിൽസ് ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പ് സോയിൽ. അപ്പോൾ ലെയേർഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് വിത്ത് വാട്ടർ ടേബിളിലും കൂടെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സാച്ചുറേറ്റഡ് കാപ്പിലറി ആക്ഷൻസ് ഉള്ളതും കാണാം. പിന്നെ സബ്ജക്റ്റഡ് ടു ദ സർചാർജ് ലോഡ്, അല്ലെ ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ലോഡ്സ് ഉണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് സർചാർജ് ലോഡും കൂടിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും, എല്ലാ വർഷവും ചോദിക്കുന്ന അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ നമുക്ക് ഒരു ക്വിക്ക് സാൻഡ് കണ്ടീഷൻ ഉണ്ട്, അതുപോലെ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഉണ്ട്. സോ നമ്മൾ ഇഫക്റ്റീവ് സ്ട്രെസ് ഓഫ് ദ സോയിലാണ് നമ്മൾ ഒരു സ്ട്രെസ്സിന്റെ എഫക്റ്റീവ് സ്ട്രെസ് ഓഫ് സോയിലാണ് നമ്മൾ മൊഡ്യൂൾ 3 പഠിക്കുന്നത്. അടുത്താണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോയിലിന്റെ മേലെ നമുക്ക് ലോഡ്സ്, പല ടൈപ്പ് ലോഡ്സ് വരുമ്പോൾ എങ്ങനെയാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ ലെയറിലും എന്നാണ് പറയുന്നത്. അതിന് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ ബോസിഗ്നസ് ഇക്വേഷൻ ഫോർ ദ വെർട്ടിക്കൽ പ്രഷർ ഡ്യൂ ടു ദ പോയിന്റ് ലോഡ്, ലൈൻ ലോഡ്സ്. നമുക്ക് പല ടൈപ്പ് ലോഡ്സ് ഉണ്ട്, പോയിന്റ് ലോഡ്സ് ഉണ്ട്, അതുപോലെ ലൈൻ ലോഡ്സ് ഉണ്ട്, അതിന്റെ അസംപ്ഷൻസും ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതിൽ നമുക്കൊരു ഇക്വേഷൻസ് ഉണ്ട്, അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിന്റെ ഒരു ന്യൂമറിക്കൽസ് ആണ് ചോദിക്കുന്നത്. പിന്നെ വെർട്ടിക്കൽ പ്രഷർ ഡ്യൂ ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതായത് സ്ട്രിപ്പായിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരണമെങ്കിൽ അതിന്റെ കണ്ടീഷൻസ്, അത് സർക്കുലർ. ഇതിന്റെ ഡെറിവേഷൻസ് ഒന്നും വേണ്ട, ഓൺലി ന്യൂമറിക്കൽസ് മാത്രമാണ് അവർ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ വെർട്ടിക്കൽ പ്രഷർ ഡ്യൂ ടു ലോഡ് ഓൺ റെക്ടാങ്കുലർ ആൻഡ് ഫാൻഡം ചാർട്ട്, അതായത് ഇങ്ങനെ റെക്ടാങ്കുലർ ഏരിയയിലാണ് അവർ ചോദിച്ചത്. അതിന്റെ ജസ്റ്റ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്
ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്താണ് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഫോർ ദ വെർട്ടിക്കൽ സ്ട്രെസ്. വേറൊരു മെത്തേഡാണ് അപ്രോക്സിമേറ്റ് മെത്തേഡ്. അതിൽ ഇക്വാലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് ഉണ്ട്, അതുപോലെ 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഉണ്ട്. അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്താണ് പ്രഷർ ഐസോബാർസ്. പ്രഷർ ഐസോബാർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലെയുള്ള നമ്മളൊരു സോയിലിന്റെ മേലെ ബിൽഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡെപ്തിൽ വരെ അതിന്റെ പ്രഷർ താഴോട്ട് പോകും എന്നുള്ളതാണ് നമ്മളെ പ്രഷർ ഐസോബാർസ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിൻലി ഒരു പ്രഷർ ബൾബ് വെച്ചിട്ടാണ് നോക്കുന്നത്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടാക്ട് പ്രഷർ ബിനീത് ദ ഫൂട്ടിങ്സ്, നമ്മളൊരു ഫൂട്ടിങ്സിന്റെ താഴെ വരെ എത്ര ഡെപ്ത് വരെ അതിന്റെ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മളെ കോമ്പാക്ഷൻ ഓഫ് സോയിൽ. കോമ്പാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, സോയിൽ നമുക്ക് ഒരുപാട് എയർ വോയിഡ്സ് ഉണ്ട്. സോ എയറിനെല്ലാം നമ്മൾ എക്സ്പെൽ ചെയ്ത് കളയുന്നതാണ് നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മെയിൻലി ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, അതുപോലെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി പഠിക്കാണ്ട്, അതുപോലെ സീറോ എയർ വോയിഡ്സ് ലൈനെ കുറിച്ച് പഠിക്കാണ്ട്, പിന്നെ IS ലൈറ്റ് ആൻഡ് ഹെവി, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ഉണ്ട്, ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കോമ്പാക്ഷൻ, അതായത് എക്സ്പെൽഷൻ ഓഫ് എയർ ഫ്രം ദ സോയിൽ വരുമ്പോൾ അവിടെ വരുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഫീൽഡ് കോമ്പാക്ഷൻ മെത്തേഡ്സ്, നമ്മൾ ഫീൽഡിൽ യൂസ് ചെയ്യുന്നത് അത് കോമ്പാക്ഷൻ കൺട്രോളും അതുപോലെ പ്രോക്ടർ നീഡും. ഇത്രയാണ് നമ്മളെ മൊഡ്യൂൾ 3 പഠിക്കുന്നത്. അടുത്താണ് നമ്മൾ മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 എന്നാണ് കൺസോളിഡേഷൻ, അതായത് നമ്മുടെ സോയിൽ എന്തുണ്ട്, വെള്ളമുണ്ട്. സോ എക്സ്പെൽഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സോയിലിന് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. സോ ആ കൺസോളിഡേഷന്റെ സ്റ്റഡീസിനാണ് പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് അപ്പാർട്ട് ഫ്രം നമ്മളെ യൂണിവേഴ്സിറ്റി നോക്കിയാൽ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ഇതാണ് കൺസോളിഡേഷൻ. സോ ഫസ്റ്റ് നമ്മൾ കൺസോളിഡേഷന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഉണ്ട്. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി ആൻഡ് വോളിയം കംപ്രസിബിലിറ്റി, അതായത് ഇതിൽ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ. പിന്നെ അവിടെ നമുക്ക് ഒരു ലോഗ് പി കർവ് ഉണ്ട്, അതായത് അവിടെ വരുന്ന ലോഡ് വേഴ്സസ് വോയിഡ് റേഷ്യോന്റെ ഒരു കർവ് ഉണ്ട്. അവിടെ വരുന്ന കംപ്രസർ ഇൻഡെക്സ്, റീകംപ്രസർ ഇൻഡെക്സ്, പ്രീ കൺസോളിഡേഷൻ പ്രഷർ, ഈ ഒരു സ്റ്റഡീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ നോർമലി കൺസോളിഡേറ്റഡ്, അതുപോലെ ഓവർ കൺസോളിഡേറ്റഡ്, അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഉണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ടെർസാക്കി എന്നൊരു സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ടെർസാക്കിന്റെ തിയറി ഓഫ് 1 ഡയമെൻഷൻ കൺസോളിഡേഷൻ വിത്ത് ഇറ്റ്സ് അസംഷൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡെറിവേഷൻസ് ഒന്നുമില്ല, അതിനെ കുറിച്ച് നമുക്ക് ഇക്വേഷൻസ് പഠിക്കുന്നത്, അതിന്റെ ഡെറിവേഷൻ ഇല്ല, ജസ്റ്റ് അസംഷൻസും ആ ഒരു നമ്മൾ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇനി ആവറേജ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷനെ കുറിച്ചാണ്. അതിന്റെ ടൈം ഫാക്ടർ ഉണ്ട്, അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ. ഇതിൽ ഒരുപാട് ഇക്വേഷൻസ് ആണ് നമുക്ക് മെയിലി ഉള്ളത്. ആ ഇക്വേഷൻസ് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ന്യൂമറിക്കൽസിൽ കേട്ടോ. അതാണ് മെയിലി കൺസോളിഡേഷൻ എന്ന ടോപ്പിക്കിലുള്ളത്. പിന്നെ അതിൽ കുറച്ച് ലബോറട്ടറി കൺസോളിഡേഷൻ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസോളിഡേഷൻ ആൻഡ് കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൽഷൻ ഓഫ് എയർ ഫ്രം ദ സോയിലാണ്, കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൽഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സോയിലാണ്. സോ ആ കൺസോളിഡേഷന്റെ നമ്മളെ കോമ്പാക്ഷന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മളെ മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 4 ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പഠിക്കുന്നതാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സോയിലിന്റെ ഏറ്റവും നമ്മൾ നോക്കുന്ന അതിന്റെ ഷിയർ സ്ട്രെങ്ത് ആണ്. സോ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമ്മൾ മോസ് കോളം ഫെയിലിയർ ക്രിറ്റീരിയ, നമുക്ക് ഒരുപാട് ഫെയിലിയർ തിയറീസ് ഉണ്ട്. സോ അതിലൊന്നാണ് മോസ് കോളം ഫെയിലിയർ ക്രിറ്റീരിയ ഉണ്ട്. അതുപോലെ മോസ് സർക്കിൾ മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻ ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, നമ്മൾ ഫെയിലിയർ പ്ലെയിൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു മോസ് സർക്കിൾ ഉണ്ട്. അതുപോലെ അതിന്റെ റിലേഷൻഷിപ്പ് ഉണ്ട് ഷിയർ പാരാമീറ്റേഴ്സും അതുപോലെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഷിയർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ C5 ആട്ടോ, പൊസിഷനും അതുപോലെ ആംഗിൾ ഓഫ് ഇന്റർണൽ ഫ്രിക്ഷൻസ്, പിന്നെ വിത്ത് റെസ്പെക്ട് ടു പ്രിൻസിപ്പൽ സ്ട്രെസ്സസും. അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു ഷിയർ സ്ട്രെങ്ത് നിന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു ഫെയിലിയർ തിയറീസിന്റെ ഏതെങ്കിലും ഒരു തിയറി അങ്ങനെയാണ് ചോദിക്കാറ് കേട്ടോ. അതുപോലെ ബ്രീഫ് ഡിസ്കഷൻ ഓഫ്, നമുക്ക് ഇവിടെ ഒരുപാട് ലബോറട്ടറി ടെസ്റ്റ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ട്രൈ ആക്സൽ കംപ്രഷൻ ടെസ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ UU CU CD ടെസ്റ്റ്, ഒരുപാട് ഈ ഒരു 3 ടെസ്റ്റും കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോട്ടൽ ആൻഡ് ഇഫക്റ്റീവ് സ്ട്രെസ് സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്, ഇഫക്റ്റീവ് സ്ട്രെങ്ത്തും അതുപോലെ ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ പാരാമീറ്റേഴ്സും, അതുപോലെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്തിന് UCC ടെസ്റ്റ് ഉണ്ട്. ആ ഒരു ടെസ്റ്റും ഇത് ഈ ഒരു ഒന്നെങ്കിൽ ഇതെല്ലാം ടെസ്റ്റ് എന്താന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇതിൽ ബേസ് ചെയ്തില്ല ഇതിന്റെ ഒരു ന്യൂമറിക്കൽസ് ആണ് ചോദിച്ചു കണ്ടത്. പിന്നെ ഇവിടെ വരുന്ന വേറെ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റും അതുപോലെ വെയിൻ ഷിയർ ടെസ്റ്റും ആണ് ഉള്ളത്. സോ ഇത്രയാണ് നമ്മളെ മൊഡ്യൂൾ 4 സോ സോയിൽ മെക്കാനിക്സ് എന്ന സബ്ജക്റ്റിൽ നമുക്ക് തിയറി പ്ലസ് ന്യൂമറിക്കൽസ് ആണ്. തിയറീസിൽ അധികം അവർ ചോദിച്ചു കണ്ടല്ലോ, നമുക്ക് ഒരുപാട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ലാബ് ടെസ്റ്റുകൾ വരുന്നുണ്ട്. സോ ടെസ്റ്റിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ ചില ടെസ്റ്റിന്റെ ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇത്രയാണ് നമ്മളെ സോയിൽ മെക്കാനിക്സ് എന്നൊരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് കാണാം. ഓക്കെ, സോ ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേച്ചർ ഓഫ് ദ സോയിൽ ആണ് അല്ലെ. നേച്ചർ ഓഫ് ദ സോയിൽ അതിന്റെ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കുന്നത്. സോ അതിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ദ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ് ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് ആൻഡ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. അതായത് നമുക്ക് മൊഡ്യൂൾ 1 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സോയിലിന്റെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം അതിന്റെ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ
ഇൻഡെക്സ് പ്രോപ്പർട്ടീസും അതുപോലെ പെർമബിലിറ്റി ഓഫ് സോയിൽ ആണ് പറഞ്ഞത്. അത് തന്നെ ക്ലാസിഫൈ ദ സോയിൽ ബേസ്ഡ് ഓൺ ദ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. നമുക്ക് ഒരുപാട് ടൈപ്പ് സോയിൽസ് ഉണ്ട്. സോ സോയിൽസ് തന്നെ നമുക്ക് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്സും അതുപോലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും കോമ്പാക്ഷൻ ടെസ്റ്റ് ആണ് ഉള്ളത്. സോ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കമ്പ്യൂട്ടഡ് ദ സ്ട്രെസ് ഡെവലപ്പ് ഇൻ ദ സോയിൽ അണ്ടർ ഡിഫറെന്റ് ലോഡീസ്. നമ്മൾ സോയിലിന്റെ മേലെ ഒരുപാട് ലോഡ് കൊടുക്കുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ അറിയാൻ പറ്റും. അതുപോലെ അവിടെ വരുന്ന ഹൈഡ്രോളിക് കണ്ടീഷൻസും അറിയാൻ പറ്റും. ഹൈഡ്രോളിക് കണ്ടീഷൻസിനും അതുപോലെ ഡിഫറെന്റ് ലോഡ്സ് വരുമ്പോൾ അവിടെ വരുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള സ്റ്റഡി അറിയാൻ പറ്റും കേട്ടോ. അടുത്ത നമ്മൾ മൊഡ്യൂൾ 4 എന്നാണ് കൺസോൾട്ടേഷൻ ആൻഡ് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽസ് ആണ്. സോ ഈ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ എന്താ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടെസ്റ്റ് ടു ആക്സസ് ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ. നമ്മുടെ സോയിലെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണ് പെർമബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടോ. സോ ഈ വേരിയസ് ഞാൻ പറഞ്ഞ 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒന്ന് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. സോ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ മൊഡ്യൂൾ 4 പഠിക്കുന്നത്. സോ അതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ എങ്ങനെയാണ് സോയിൽസിന്റെ, അതുപോലെ എക്സ്പ്ലെയിൻ വേരിയസ് ടെസ്റ്റ് ടു ആക്സസ് ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ. ഒരു സോയിലെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലാബ് ടെസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ ലാസ്റ്റ് തന്ന ഒരുപാട് ടെസ്റ്റ്, വെയിൻ ഷിയർ ടെസ്റ്റ്, യു ടെസ്റ്റ്, CD ടെസ്റ്റ് എന്നല്ല. സോ ഇത്രയാണ് നമ്മളെ മൊഡ്യൂളിൽ നമ്മളെ ഈ ഒരു സോയിൽ മെക്കാനിക്സ് എന്ന സബ്ജക്റ്റിൽ നമുക്ക് S4 പഠിക്കാനുള്ളത് കേട്ടോ. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.